അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്തു. ഈ വീഡിയോയിൽ നമ്മളിനി വേർഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് 365ൻ്റെ ഭാഗമായ വേർഡ് നമ്മളൊന്ന് തുറന്നു നോക്കാൻ പോവാണ്. അപ്പോൾ അതിന് പല രീതിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് മെനുവിൽ പോയാൽ അവിടെ ആപ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ് കിട്ടും. ഇവിടെ വേർഡ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഒരു ഓപ്ഷൻ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേർഡിനെ നിങ്ങൾക്ക് പിൻ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് മെനുവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിൻ ടു ടാസ്ക് ബാർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേർഡ് വന്ന് കിടക്കും എപ്പോഴും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ജസ്റ്റ് സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ കീബോർഡിൽ വേർഡ് എന്ന് ടൈപ്പ് ചെയ്താലും വേർഡ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡിൽ നിങ്ങൾക്ക് വേർഡ് ഓപ്പൺ ചെയ്യാം. അപ്പം ഏതെങ്കിലും മെത്തേഡിൽ നിങ്ങൾ വേർഡ് ഓപ്പൺ ചെയ്യുക. ഇപ്പം നമുക്ക് ഈ മെത്തേഡിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇനി ഇതേ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം വേർഡിൻ്റെ ഒരു ഇനീഷ്യൽ സ്ക്രീൻ കിട്ടി. ഈ സ്ക്രീനിനെ വിളിക്കുന്ന ബേസിക്കലി സ്പ്ലാഷ് സ്ക്രീൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. ആദ്യം കാണുന്ന ഈ ഭാഗം നമുക്ക് കുറേ ടെംപ്ലേറ്റുകളാണ് തരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന എല്ലാം ഡിഫറെൻറ്റ് ടെംപ്ലേറ്റുകളാണ്. ഇപ്പോൾ ഇതിലേതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. വേർഡ് ഷേപ്സ് ഈവൻ ബ്രോഷർ. ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടെംപ്ലേറ്റാണ്. ആ ടെംപ്ലേറ്റ് നമുക്ക് ഓപ്പണായി വരും. നമുക്കിവിടെ ഒന്ന് വേണമെങ്കിൽ ഈ ടെംപ്ലേറ്റ് വർക്ക് ചെയ്യാം. ഈ ടെംപ്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ ഫർദർ മോഡിഫൈ ചെയ്യാം. ഇതൊരു മെത്തേഡ്. ഈ കാണുന്ന ഭാഗം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നമുക്ക് കാണിക്കും. ഇപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ട് ഒരു ഡോക്യുമെൻ്റ് ഞാൻ ഓപ്പൺ ചെയ്തുള്ളൂ. ഇന്നലെ ഓപ്പൺ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു 5-6 ഡോക്യുമെൻ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തു, അത് ഇന്ന് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ അതെല്ലാം ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പം 2 ഭാഗങ്ങളായി. ഇനി ഇത് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക്കലി ഇപ്പം നമ്മൾ നിൽക്കുന്ന ഹോം സ്ക്രീനിലാണ്. ഇനി നമുക്കിവിടെ ന്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഓപ്പണായി വരും. ഈ ബ്ലാങ്ക് ന്യൂ ഡോക്യുമെൻറ്റിലാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോണത്. ഇനി നമുക്ക് പുറകോട്ടൊന്നുകൂടെ പോകാം. ഇവിടെ ന്യൂ ഉണ്ട്, ഇനി ഇവിടെ ഓപ്പൺ ഉണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ PC-യിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വേർഡിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്യാനും അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇനീഷ്യൽ സ്ക്രീനിലുള്ളത്. അപ്പോൾ ഈ ഇനീഷ്യൽ സ്ക്രീനിനെ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് വിളിക്കും. നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഇവിടെയുണ്ട്. ഒരു ബ്ലാങ്ക് ന്യൂ ഡോക്യുമെൻ്റ് നമുക്ക് തുറക്കണമെങ്കിൽ അത് പറ്റും. ഇനി ഇവിടെയും നമുക്ക് ഹോം ന്യൂ ആയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് തുറക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്നാണ് ഇനി പണി തുടങ്ങേണ്ടത്. അപ്പോൾ ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് തുറക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഉള്ളത്, ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പല ടെംപ്ലേറ്റുകളും സെർച്ച് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു റെസ്യൂമേ സെർച്ച് ചെയ്യണമെങ്കിൽ ഞാനിവിടെ റെസ്യൂമേ എന്ന് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ ഓൺലൈനിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസ്യൂമേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺലൈനിലെ ടെംപ്ലേറ്റ്സുകളും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതിന് ഇൻ്റർനെറ്റിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കണമെന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്ലാഷ് സ്ക്രീൻ എന്നാന്ന് കണ്ടു. ഇനി നമ്മൾ ബ്രാൻഡ് ആയിട്ടുള്ള ന്യൂ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് നമ്മളുടെ ഇൻ്റർഫേസ്, വേർഡിൻ്റെ ഇൻ്റർഫേസുകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം.